ഇന്ന് നമുക്ക് സപ്തമി വിഭക്തിയാണ് പഠിക്കേണ്ടത്. സപ്തമി വിഭക്തിയുടെ ഏകവചനം. അപ്പോൾ സപ്തമി വിഭക്തിയുടെ പ്രത്യയം എന്താണ്? ഇൽ, അതിൽ, അതിൽ അല്ലെങ്കിൽ ഇൽ എന്ന് പറയാം. അപ്പോൾ ഗതവർഷേ അത്ര ബഹവഹ വൃക്ഷാഹ ആസൻ. ഗതവർഷേ ഇവിടെ ബാലശബ്ദമാണെങ്കിൽ അല്ല സപ്തമി എങ്ങനെ വരും? ബാലേ, ബാലയോഹോ, ബാലേഷു ആണ്. ബാലേ, ബാലയോഹോ, ബാലേഷു. അതുപോലെ ഗതവർഷേ, ഗത എന്ന് പറഞ്ഞാൽ പോയ, കഴിഞ്ഞ വർഷം, പോയ വർഷം. ഗതവർഷേ, ഗതവർഷത്തിൽ, കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ ഇല്ലെന്നുള്ളത് വന്നില്ലേ? അത്ര അവിടെ, ഇവിടെ, ബഹവഹ ധാരാളം, വൃക്ഷാഹ ആസൻ, വൃക്ഷാഹ വൃക്ഷങ്ങൾ, അത് ബഹുവചനമാണ്. വൃക്ഷ വൃക്ഷ വൃക്ഷാഹ ആസൻ. ആസൻ എന്ന് പറയുമ്പോൾ ലങ് ആണ്. ലങ് എന്തിനെ കാണിക്കുന്നു? ഭൂതകാലം. ആസീതാസ്താം ആസൻ. ഇവിടെ വൃക്ഷാഹ ബഹുവചനമായതുകൊണ്ട് അവിടെയും ബഹുവചനം. കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ദീപാവല്യാം സർവത്ര പ്രകാശഃ ഭവതി. ദീപാവല്യാം, ദീപാവലി ശബ്ദം. ദീപാവലി ശബ്ദം എന്ന് പറയുന്നത് ഈകാരാന്തമാണല്ലേ. അപ്പം ദീപാവലി ശബ്ദത്തിൽ ദീപാവല്യാം, ദീപാവല്യോ, ദീപാവലിഷു എന്നാണ് വരുന്നത്. അപ്പം ദീപാവല്യാം, ദീപാവലിയിൽ. അപ്പം അവിടെ സപ്തമി വന്നു. ദീപാവല്യാം സർവത്ര എല്ലായിടത്തും, പ്രകാശഃ പ്രകാശം, ഭവതി പ്രകാശമുണ്ട്. തസ്മിൻ വനെ ഏകഃ ക്രൂരഃ സിംഹഃ അവസത്. തസ്മിൻ വനെ, ഇത് രണ്ടെണ്ണോ എന്താണ്? സപ്തമി ഏകവചനമാണ്. വനെ വനം, വനം വനം ശബ്ദമാണ്, നപുംസകലിംഗമാണ്. വനെ എന്നുള്ളത് സപ്തമി, വനത്തിൽ. അപ്പോൾ ഇവിടെ തസ്മിൻ, ആ വനത്തിൽ എന്നുള്ളതും എന്ത് തന്നെ വരണം? സപ്തമി. തസ്മിൻ എന്നുള്ളതും തച്ഛബ്ദമാണ്. തച്ഛബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം തസ്മിൻ. ബാക്കി എങ്ങനെ വരും? തസ്മിൻ, തയോഹോ, തേഷു. വനാണെങ്കിലോ വനേ, വനയോഹോ, വനേഷു. അപ്പോൾ ആ വനത്തിൽ ഏകഃ ക്രൂരഃ സിംഹ. ഏകഃ ക്രൂരഃ സിംഹ. സിംഹ എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗുലറാണ്. അപ്പോൾ അതിന് യോജിക്കുന്നതാണ് ക്രൂരനായിട്ടുള്ള സിംഹം. എത്ര? ഒന്ന്. ഒരു. അപ്പോൾ എല്ലാ ഏകവചനം വന്നില്ലേ? ഏകഃ ക്രൂരഃ സിംഹ അവസത്. വസിച്ചിരുന്നു. വസുധാതുവിൻ്റെ ലങ്ങാണ്, പാസ്റ്റ് ടെൻസ്, അവസത്. ആ വനത്തിൽ ഒരു ക്രൂരസിംഹം വസിച്ചിരുന്നു. ഗിരൗ ശീതളഃ പവനഃ ചലതി. ഗിരൗ, ഗിരൗ എന്ന് പറയുമ്പോൾ ഗിരി ശബ്ദമാണ്. അതിൻ്റെ എങ്ങനെ വരും? ഗിരൗ സപ്തമി ഏകവചനം. ഗിര്യോഹോ ആണ് ദ്വിവചനം. ഗിരിഷു ബഹുവചനം. ഗിരൗ, ഗിരിയിൽ. ഗിരി എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതം. പർവ്വതത്തിൽ അല്ലെങ്കിൽ ഗിരിയിൽ. ശീതളഃ പവനഃ, പവനഃ കാറ്റ്. എങ്ങനെയുള്ള കാറ്റ്? ശീതളഃ തണുത്ത കാറ്റ്, ചലതി വീശുന്നു. അഹം സായംകാലേ ദൂരദർശനെ ചിത്രം ദ്രക്ഷ്യാമി. അഹം ഞാൻ, സായംകാലം, അവിടെ സായംകാലമാണെന്ത്? പിന്നെ സപ്തമി ഏകവചനം. അതുപോലെ ദൂരദർശനെ, അതും സപ്തമി ഏകവചനം. ദൂരദർശനെ, ദൂരദർശനത്തിൽ. എപ്പോൾ? സായംകാലേ, രണ്ടും സപ്തമി ഏകവചനം. വൈകുന്നേരം ദൂരദർശനിൽ. ചിത്രം ദ്രക്ഷ്യാമി. ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമ. ദ്രക്ഷ്യാമി ഇവിടെ ലിറിട്ടാണ്. ലിറിട്ട് എന്തിനെ കാണിക്കുന്നു? ഭാവി കാലം. ദ്രക്ഷ്യാമി, ഞാൻ അഹമായതുകൊണ്ടാണ് ദ്രക്ഷ്യാമി വന്നിരിക്കുന്നത്. ഞാൻ വൈകുന്നേരം ദൂരദർശനിൽ സിനിമ കാണും എന്നുള്ളത്.